ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പോകാം. US മാർക്കറ്റ് മിക്സഡ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 315 പോയിൻറ്റും S&P 12 പോയിൻറ്റ് നെഗറ്റീവായിട്ടും നസ്ഡാക്ക് 278 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി ഏകദേശം 40 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡ് വേസിനുള്ള സാധ്യതയുണ്ടെന്ന്. സൈഡ് വേസ് അല്ലെങ്കിൽ ചെറിയൊരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു ഫോളിലോട്ട് പോയെങ്കിലും മാർക്കറ്റ് റിക്കവർ ചെയ്ത് പിന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ എൻ്റെ ഒരു അനലൈസ് പ്രകാരം മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള സാധ്യത ഇന്നത്തെ മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് സൈഡ് വേസ് ആണ്. കഴിഞ്ഞ 2 ദിവസം കൺസോൾട്ടേറ്റ് ചെയ്ത ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും താഴോട്ടൊരു ബ്രേക്കൗട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താഴോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു റെഡ് ക്യാൻഡിൽ ചിലപ്പോൾ നമുക്കിത് ഈ ഒരു ഏരിയ വരയ്ക്കും തന്നെ ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ ചിലപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ കാണാൻ സാധ്യത ഉണ്ട്. എങ്കിലും കൃത്യമായിട്ട് ലെവൽസ് നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഇതിപ്പം കഴിഞ്ഞ 2 ദിവസത്തെ കൺസോൾട്ടേഷൻ ഏരിയ ആണ്. ഇത് കഴിഞ്ഞ 2 ദിവസവും ഈ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. 25,633 തൊട്ട് 25,864 വരയ്ക്കും. ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴൊരു വിക്ക്, പക്ഷേ ക്ലോസിങ് കിട്ടിയിട്ടില്ല. മാർക്കറ്റ് ഉടനെ തന്നെ റിക്കവർ ചെയ്ത് പിന്നെ ഒരു സൈഡ് വൈസ് ആയിരുന്നു. അപ്പം ഇന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഇതിനുള്ളിൽ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. മാർക്കറ്റ് ട്രെൻഡിങ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിന് ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് 15 മിനിറ്റിൻ്റെ ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് എൻട്രി എടുക്കാവൂ. പക്ഷേ എൻ്റെ ഒരു അനലൈസ് പ്രകാരം മുകളിലോട്ട് ഒരു ബ്രേക്കൗട്ടിനുള്ള സാധ്യത ഇല്ല ഇന്നത്തെ മാർക്കറ്റിൽ. 25,864 മുകളിലോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യത ഇല്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ലെവൽസ് ഞാൻ ആ സമയത്ത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ഞാനിതിന് മുകളിലോട്ട് ഇൻട്രാഡേയിലും ലെവൽ വരച്ചിട്ടില്ല. താഴോട്ട് ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. 25,633 15 മിനിറ്റ് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,400 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ആണ് ഞാൻ നേരത്തെ ഡേ ക്യാൻഡിൽ പറഞ്ഞത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റിലൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ താഴോട്ട് 15 മിനിറ്റ് ബ്രേക്കൗട്ട് കിട്ടിയാൽ ഇന്നത്തെ മാർക്കറ്റിൽ ഡേ ക്യാൻഡിലൊരു റെഡ് ക്യാൻഡിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന്. 25,633 താഴോട്ട് ബ്രേക്കൗട്ടിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അനലൈസ് പ്രകാരമാണ് എങ്കിലും നമ്മുടെ ഇൻട്രാഡേ ലെവൽസ് കൃത്യമായിട്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 25,412 പിന്നെ അവിടെ നിന്ന് വലിയൊരു ഫോളിലോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റ് ഏകദേശം ഈ ഒരു നമ്മുടെ ഗ്യാപ്പ്, ഇതൊരു പ്രോ ഗ്യാപ്പാണ്. പ്രോ ഗ്യാപ്പ് ആണെങ്കിൽ ഇത് ഇവിടെ നിന്ന് സ്ട്രോങ് ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാവും. മാർക്കറ്റ് വലിയ ഫോളിലോട്ട് പോയാൽ മാത്രം ഇവിടെ നിന്നൊരു റിവേഴ്സ് ഉണ്ടാകും. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ മാർക്കറ്റ് സ്ട്രെങ്തി ആയിട്ടുള്ളൊരു മാർക്കറ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ട ലെവൽസ് 25,412 25,116 25,116 മുകളിൽ ഇതൊരു ബേസ് ക്യാൻഡിലാണ്. 15 മിനിറ്റിൻ്റെ പ്രോ ഗ്യാപ്പാണിത്. ഇവിടെ നിന്ന് എപ്പോൾ ആണെങ്കിലും ഒരു ബൈയിങ് പ്രഷർ ഈ ഒരു റേഞ്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPR വരുന്നത് ഏകദേശം 50 പോയിൻറ്റിൻ്റെ CPR ആണെന്ന് തോന്നുന്നു. 25,692 തൊട്ട് 48 വരയ്ക്കും ഏകദേശം 50 പോയിൻറ്റിൻ്റെ 60 പോയിൻറ്റിൻ്റെ 55 പോയിൻറ്റിൻ്റെ CPR ആണ് വരുന്നത്. മിക്കവാറും CPR ഒരു ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഈ ഒരു ഏരിയയിലൊക്കെ
ഈ ഒരു ഏരിയയിലൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,847, 25,875 ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയൊക്കെ ആ ഒരു ഹൈ വരുന്ന ഏരിയ ആണ്. ഇന്നലെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റേഞ്ചിലായിരിക്കും ചിലപ്പം ഒരു സൈഡ് വേസിനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കൃത്യമായിട്ട് ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ തന്നെ CPRൻ്റെ ബോട്ടത്തിൽ തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് ആ ഒരു റേഞ്ച് വിട്ട് പിന്നെ പോയിട്ടില്ല. ഇന്നും ആ ഒരു ഹൈ, മെനഞ്ഞാത്ത ഹൈ 25,847, 25,875 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. മാർക്കറ്റ് ഇവിടെ എവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇന്ന് സെൻസെക്സ് ആണ്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്യാം. 25,690, 25,711 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പം ഓപ്പൺ ചെയ്യുന്ന ഏരിയ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ മാർക്കറ്റിലുണ്ടാവും. 25,690, 25,711 ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 25,638, 25,620. ഈ രണ്ട് ഏരിയയും 25,690 ചിലപ്പോൾ സപ്പോർട്ട് കിട്ടും, അല്ലെങ്കിൽ 25,638, 25,620 സപ്പോർട്ടായിരിക്കും. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ വലിയ ടാർഗറ്റ് ആയിരിക്കും. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ 25,486, 25,466 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിലോട്ട് തന്നെ വരും ദിവസങ്ങളിലോട്ടൊക്കെ മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.